സമ്മേളനത്തിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ മറുപടിയാണ്. അജിത് കുമാറിനെതിരെ നടപടി DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഒരു ഉദ്യോഗസ്ഥനെ നീക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് വരണം. ആ റിപ്പോർട്ട് ലഭിച്ചാൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നടന്ന് എന്താണ് ഉണ്ടായ വീഴ്ച എന്ന് കൃത്യമായി കിട്ടണം. അതിനാണ് അദ്ദേഹത്തെ തന്നെ ചുമതലപ്പെടുത്തുന്നത്. DGPയെ തന്നെ നേരത്തെയുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് അത് ഈ ദിവസങ്ങളിലേക്ക് ലഭിക്കേണ്ടതാണ്. ഏകദേശം ഒരു മാസത്തെ സമയമാണ് അതിന് അനുവദിച്ചിരുന്നത്. അത് കയ്യിൽ കിട്ടുന്ന മുറക്ക് അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും വരും. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും അതിന് റിപ്പോർട്ടും വരികയും ചെയ്യട്ടെ. ഇത് സംരക്ഷണത്തിൻ്റെ പ്രശ്നമല്ല. ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും നടപടിയെടുക്ക് വിധേയനാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ടിനാണ് കാത്തു നിൽക്കുന്നത്. ഡി ബിനോയ് തിരുവനന്തപുരത്തും തുടരുന്നു. ഡി ബിനോയ്, മുഖ്യമന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനത്തോട്, ഈ പറഞ്ഞ കാര്യത്തോട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത് സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് PR ഏജൻസി, ഒപ്പം തന്നെ ADGP MR അജിത് കുമാറിനെ മാറ്റണം എന്ന് നിരന്തരമായ ആവശ്യം ഉന്നയിച്ചിട്ടും അത് മാറ്റാതെ ഇരിക്കുന്നത് സംഘപരിവാർ അജണ്ട വെച്ച് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ADGP MR അജിത് കുമാറിനെ മാറ്റുമോ എന്നുള്ള ചോദ്യത്തിന് എങ്ങനെയാണ് തടയണയിട്ട് മുഖ്യമന്ത്രി പ്രതികരിച്ചത്? തീർച്ചയായിട്ടും അതാണ് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത്. ഒരു ഉദ്യോഗസ്ഥനെ അങ്ങനെ പെട്ടെന്ന് ഒരു കാര്യത്തിൻ്റെ പേരിൽ മാറ്റാനാവില്ല. അതിന് കൃത്യമായ ഒരു അന്വേഷണ റിപ്പോർട്ടും വേണം. നിലവിലെ സാഹചര്യത്തിൽ DGP തന്നെയാണ് MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്നത്. കാരണം MR അജിത് കുമാറിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് DGP തന്നെ പറഞ്ഞ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. എന്നാൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമാകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അന്വേഷണം അനിവാര്യമാണ്. ആ അന്വേഷണം 30 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ആ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ അത് അന്വേഷണത്തിൽ പറയുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായും നടപടി ഉണ്ടാകും. ആ നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നൊരു ഉറപ്പാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ MR അജിത് കുമാറിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി നൽകി. എന്നാൽ ഇവിടെ അതല്ല പ്രധാന വിഷയമായി പക്ഷേ പ്രതിപക്ഷം ഇനി ചൂണ്ടിക്കാട്ടാൻ പോകുന്നത്. സാധാരണഗതിയിൽ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥന്മാരെ തൽസ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് അവർക്ക് നേരെ ഒരു അന്വേഷണം സാധാരണഗതിയിൽ പതിവില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രെയിനിലെ തീവയ്പ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു സാഹചര്യം. അവിടെ നിന്നും ആ ട്രെയിനിൽ കോഴിക്കോട് ട്രെയിനിൽ തീവച്ച ആ വടക്കേ ഇന്ത്യൻ സ്വദേശീയ മഹാരാഷ്ട്രയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അറസ്റ്റ് ചെയ്ത് അയാൾ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ വാർത്തകൾ ചോർത്തിക്കൊടുത്ത അതിൻ്റെ പേരിൽ P. വിജയൻ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥനെ അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഏകദേശം 8 മാസത്തോളം പുറത്തു നിന്നതിന് ശേഷമാണ് പിന്നെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം പിന്നീട് തിരിച്ചെടുക്കുന്നതും ഒരുപാട് നടപടിക്രമങ്ങൾ. അതിനേക്കാൾ വലിയ തരത്തിലുള്ള ആരോപണമാണ് MR അജിത് കുമാറിനെതിരെ നിലവിൽ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയായ CPI തന്നെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ, കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വിമർശനങ്ങൾ ഉയരുമ്പോൾ, ഈ രണ്ട് വിമർശനങ്ങളും ഒരുപോലെ വലിയ തരത്തിൽ അലയടിച്ചുയരുമ്പോഴേക്കും എന്തിനാണ് മുഖ്യമന്ത്രി ഈ ഒരു ഉദ്യോഗസ്ഥൻ്റെ കാര്യത്തിൽ കൃത്യമായും ഒരു സംരക്ഷണ വലയം ഒരുക്കിക്കൊണ്ട് സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് DGPയെ കൊണ്ട് അന്വേഷണ റിപ്പോർട്ടിന് ശേഷം ആ നടപടിയിലേക്ക് കടക്കാം എന്നുള്ളതിൻ്റെ ഒരു ചോദ്യമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. തന്നെ ഒരു സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പ്രത്യേകിച്ചും RS നേതാക്കന്മാരുമായി 2 ഘട്ടങ്ങളിലായി 2023 കൂടിക്കാഴ്ച നടത്തിയെന്നൊരു ആരോപണം കൂടി നിലനിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ADGP എന്ന സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ നടക്കുന്ന അന്വേഷണം സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ള രൂക്ഷ വിമർശനം ഉയരുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. MS ആണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ട് പിറകെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയിട്ടുള്ളത്. ഡി ബിനോയ്, നമ്മൾക്ക് PR ഏജൻസിയുടെ വിവാദത്തിൽ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന മറുപടിയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതായത് സർക്കാർ ഒരു PR ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിനുവേണ്ടി ഒരു പൈസ പോലും ചെലവഴിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതേസമയത്ത് ഒരു ഇടനിലക്കാരൻ ഉണ്ടായിരുന്നു എന്നുള്ള ആ ആരോപണത്തെ സ്ഥിരീകരിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് പരിചയമുള്ള ആളാണ് അഭിമുഖത്തിനായി സമീപിച്ചത്, മുൻ CPM MLA ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യൻ തന്നെ എന്നുള്ള നിലയ്ക്ക്. അഭിമുഖത്തിനിടെ 2 പേർ വന്നു, പറയാത്ത കാര്യങ്ങളാണ് പ്രസിദ്ധീകരിച്ചത് എന്നും ഹിന്ദു പത്രത്തിനെതിരെ നിയമ നടപടിക്ക് ഇല്ല എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇന്റർവ്യൂവിന് വേണ്ടി ഹിന്ദു ആവശ്യപ്പെടുന്നു എന്നുള്ളത് എൻ്റെ അടുത്ത്
പറയുന്നത് എനിക്ക് പരിചയമുള്ളൊരു ചെറുപ്പക്കാരനാണ്. അത് നമ്മുടെ ആലപ്പുഴയിലെ ദേവകുമാറുടെ മകനാണ്. അദ്ദേഹം ഹിന്ദുവിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സമയം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ സമയം വളരെ കുറവാണ്, കമ്മിറ്റി മീറ്റിംഗ് ഒക്കെയാണല്ലോ. അതിനിടക്കുള്ളൊരു സമയം ഞാൻ പറഞ്ഞു. അവർ വന്നപ്പോൾ ഇവർ രണ്ടുപേരാണ്. ഞാനോ സർക്കാരോ ഒരു PR ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഒരു പൈസയും ഈ PR ഏജൻസിക്ക് വേണ്ടി ഞാനോ സർക്കാരോ ചെലവഴിച്ചിട്ടുമില്ല. ഇത് ഈ പറയുന്ന തരത്തിൽ ഒരു ഭാഗം സാധാരണഗതിയിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണല്ലോ മാന്യമായിട്ട് തന്നെ ഹിന്ദു അതിനകത്ത് ഖേദം രേഖപ്പെടുന്ന അവസ്ഥയുണ്ടായത്. വളരെ മാന്യമായ നിലയാണ് അവർ സ്വീകരിച്ചത്. നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടയാക്കരുത്. നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. ഡി ബിനോയ് തിരുവനന്തപുരത്ത് നിന്ന് തുടരുന്നു. മുഖ്യമന്ത്രി PR ഏജൻസിയെക്കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ ഏറ്റവും അവസാനം മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ കരുവാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുകയുണ്ടായി. അതിനെയാണ് തൊട്ടു മുമ്പ് ആ വാർത്താ സമ്മേളനത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഹഹഹഹ എന്ന് ചിരിക്കുന്നത് അല്ല PR ഏജൻസിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി വേണ്ടത് എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും തിരിച്ചൊരു ചോദ്യം വന്നേക്കാം. മുഖ്യമന്ത്രി എപ്പോഴും ഗൗരവത്തിലിരിക്കുന്നു, CPI നേതാക്കൾക്ക് വലിയ ധാർഷ്ട്യമാണ്, ഒരു ചിരിയോ പുഞ്ചിരിയോ ഒന്നുമില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷം തന്നെ മുഖ്യമന്ത്രി ഒന്ന് ചിരിക്കുമ്പോൾ അതിനെ ഹഹഹ എന്ന് കളിയാക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു വശത്തേക്കൊക്കെ മാറ്റി നിർത്താം. പക്ഷേ PR ഏജൻസിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഏജൻസിയെ സമീപിച്ചിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് ഹിന്ദു പത്രത്തിനെതിരെ കേസ് കൊടുക്കുന്നില്ല? അവാസ്തവമായിട്ടുള്ള കാര്യമാണ് ഹിന്ദു പത്രത്തിൽ വന്നതെങ്കിൽ അത് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം VD സതീശൻ ചോദിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി കൃത്യമായിട്ടും അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞോ? ഏത് രീതിയിലാണ് മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രി? അക്കാര്യത്തിലാണ് നമുക്ക് ചില സംശയത്തിൻ്റെ നിഴലുകൾ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുക. ആ വിഷയത്തിൽ അല്ലെങ്കിൽ PR ഏജൻസിയുടെ വിഷയത്തിൽ ഒരു ഒഴുക്കൻ മട്ടിലെ മറുപടിയും തുടർന്ന് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ചിരിക്കുകയും പിന്നീട് മാധ്യമങ്ങൾ തങ്ങളിലുള്ള ഒരു ശത്രുത പോലെ കാര്യങ്ങൾ കൊണ്ടുവെക്കുകയും ചെയ്തു. ഇവിടെയാണ് ചില ഇപ്പോഴും പുറത്തു വരാത്ത പൂർണ്ണമായും ഉത്തരം നൽകാത്ത ചില ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. കാരണം അദ്ദേഹം നേരത്തെ പറഞ്ഞ സെപ്റ്റംബർ മാസത്തെ 2 തീയതികളിൽ തുടർന്ന് അവസാനത്തെ ഇപ്പോഴത്തെ ആ ഡേറ്റും ഈ 3 തീയതികൾ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ചും ഹിന്ദു പത്രത്തിൽ വന്ന വാർത്ത, തൊട്ട് പിന്നാലെ ഉണ്ടായിരുന്ന വാർത്താക്കുറിപ്പ്, അതിനു മുമ്പുള്ള വാർത്താ സമ്മേളനം, ഇത്തരം ഈ 3 കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ, അതായത് മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഹവാല ഇടപാടുകൾ, ഒപ്പം സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വാർത്തകളുടെ ശ്രേണി പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ, ഈ വാർത്തകൾ തയ്യാറാക്കിയതിൻ്റെ പിന്നിൽ ഒരു ഏജൻസിയാണെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അവിടെ മറ്റൊരു കാര്യം മുഖ്യമന്ത്രി സൂചിപ്പിച്ച ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുൻ MLA ദേവകുമാറിൻ്റെ മകൻ തൻ്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം ഹിന്ദുവിനൊരു ഇൻ്റർവ്യൂ കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒറ്റപ്പാലം സ്വദേശിനിയായ ലേഖിക എത്തുന്നു. ഏകദേശം അരമണിക്കൂർ കൊണ്ട് ഇൻ്റർവ്യൂ പൂർത്തിയാക്കുന്നു. ഇൻ്റർവ്യൂ നടക്കുന്നതിനിടയിൽ ഒരു ആൾ ആ മുറിയിലേക്ക് വരുന്നു. സാധാരണഗതിയിൽ 2-3 പേരായിരിക്കും ഇൻ്റർവ്യൂവിന് വരുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നീട് എന്ത് നടന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല എന്ന് പറയുന്നു. അവിടെയാണ് മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച ഒരു പ്രസിദ്ധമായ ചോദ്യമുണ്ട്. കേരളത്തിൽ പോലും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് സാധാരണ ഒരാൾക്ക് പോലും എത്താൻ കഴിയാത്ത തരത്തിലുള്ള വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനമുള്ളപ്പോൾ എങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് ഒരാൾക്ക് കടന്നു വരാൻ കഴിയുന്നു? ആ ആൾ PR ഏജൻസിയുടെ ആളാണെന്ന് ന്യായീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു. അവിടെയാണ് ഹിന്ദു പത്രം കൃത്യമായ തരത്തിൽ അവരുടെ ഭാഗത്ത് തെറ്റ് പറ്റിയെന്നും ആ തെറ്റ് ഏറ്റുപറയുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കുന്നു, ഇനി ഇതുമായി നിയമ നടപടികളിലേക്കില്ല. എന്നാൽ രണ്ടാമത്തെ ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് ഈ PR ഏജൻസി എന്ന് പറയുന്ന സംവിധാനം എനിക്കില്ല, എൻ്റെ സർക്കാരിനില്ല എന്ന് പറഞ്ഞു തള്ളുന്നു. പിന്നെ എന്തിനാണ് ഹിന്ദു എന്ന് പറയുന്ന ദിനപത്രത്തിൻ്റെ ലേഖികയ്ക്ക് ഒരു അല്ലെങ്കിൽ നേരിട്ട് എന്തുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂവിന് മറ്റേതെങ്കിലും സംവിധാനങ്ങളിലൂടെ ശ്രമിച്ചില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. ഒരു PR ഏജൻസി എന്തിനു വേണ്ടി ഹിന്ദുവിൻ്റെ ലേഖികയുമായി ബന്ധപ്പെടുത്തി ഇത്തരത്തിൽ ഒരു ഇൻ്റർവ്യൂവിന് വരുന്നു? അത് മറ്റൊരു കാര്യം. ഇനി ഈ ന്യായീകരണം അവിടെയല്ല വരേണ്ടത്. മുഖ്യമന്ത്രിയുടെ അതിസുരക്ഷാപരമായ മുറിക്കുള്ളിലേക്ക് എങ്ങനെ ഈ ആൾ കടന്നെത്തി, ഇയാൾ കടന്നു വരാനുള്ള സാഹചര്യം എന്താണ്? ഇതൊക്കെയാണ് സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന മറ്റ് സംഭവങ്ങൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ PR ഏജൻസിയെയും ഒപ്പം ഹിന്ദു പത്രത്തിൽ വന്ന വാർത്തയും ഒരേപോലെ തള്ളാതെ
അവ ഉൾക്കൊണ്ടുകൊണ്ടും ഇതിൻ്റെ പിന്തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമങ്ങളെ സംശയത്തിൻ്റെ നിഴലിൽ, അതായത് മാധ്യമങ്ങൾ തങ്ങളുള്ള ശത്രുതയാണോ അല്ലെങ്കിൽ നിങ്ങൾ തങ്ങളുള്ള പോരിന് പിന്നിൽ എനിക്ക് ഇടപെടാനാവില്ല അല്ലെങ്കിൽ എനിക്കതിൽ പങ്കില്ല എന്ന തരത്തിൽ പറഞ്ഞു വെക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ PR ഏജൻസി നിലവിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇല്ല എന്ന് പറയുമ്പോഴും അത്തരത്തിൽ ഒരു PR ഏജൻസിയുടെ പിൻബലം ഉണ്ട് എന്നുള്ള സൂചനകൾ കൂടി നൽകുന്നതായിരുന്നു ആ മറുപടി എന്ന് വ്യക്തമാണ്. കാരണം മാധ്യമ പ്രവർത്തകർ ആവർത്തിച്ച് ഈ PR ഏജൻസിയെ സംബന്ധിച്ചും ഈ PR ഏജൻസിയിൽ അല്ലെങ്കിൽ ഉടമ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സുബ്രഹ്മണ്യൻ എങ്ങനെ ഈ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഈ മുറിക്കുള്ളിലേക്ക് കടന്നു വന്നു, ഈ കടന്നു വരാനുണ്ടായ സാഹചര്യം, അങ്ങനെ വരാൻ ഒരു മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ മറ്റൊരു ദേശീയ ദിനപത്രം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ ഒരാൾക്ക് കടന്നു വരാൻ കഴിയും. എന്നിട്ട് മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായും ആ ലേഖിക റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഞാൻ ഈ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം, ഇത്തരം കാര്യങ്ങൾ വന്ന വഴി അല്ലെങ്കിൽ ഈ മലബാർ മേഖലയുമായി അല്ലെങ്കിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വന്ന വഴി അത് കൃത്യമായി പറയാതെയും സൂചിപ്പിക്കാതെയും ഒക്കെ തന്നെ മുഖ്യമന്ത്രി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ പ്രതിപക്ഷത്തിന്. PV അൻവറിനെ കുറിച്ച് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? അതും വളരെ രസകരമായ കാര്യമാണ്. PV അൻവറിനെ അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഇൻ്റർവ്യൂ നടത്തുന്ന കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് അദ്ദേഹം ഇടത് സഹയാത്രികനായ ഒരു MLA ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ ആരോപണങ്ങളെ ഒരു വിലയും ഒരു ആരോപണങ്ങൾക്കും കഴമ്പില്ല. അദ്ദേഹം പറയുന്ന ആരോപണങ്ങൾ അന്വേഷിച്ചു വരുന്നു. അതേസമയം മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച വലിയൊരു ചോദ്യമായിരുന്നു P. ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് PV അൻവർ CPM-ന് നൽകിയ കത്ത് സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടത് സംബന്ധിച്ച് അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്, സ്ത്രീകളോട് മോശമായ രീതിയിൽ ഇടപെടുന്ന ഒരാളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി എന്നും മുഖ്യമന്ത്രിയെ കാണാൻ അവസരം ഒരുക്കാത്ത ഒരാളാണെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായി പറയുന്നു, PV അൻവറിൻ്റെ ഒരുപാട് ബിസിനസ്സുകൾ നടത്തുന്ന ഓഫീസുകളുള്ള ഒരാളാണ്, ഒരുപക്ഷെ അയാൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം ഇത്തരത്തിൽ പറയുന്നത് എന്ന് കൃത്യമായി പരിഹസിച്ച് തള്ളുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. MS തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി P. ശശിക്കെതിരെ ശൃംഗാരം അടക്കമുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് P. ശശി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇതിൽ കൂടുതൽ എന്നെ കൊണ്ട് ഇപ്പോൾ പറയിപ്പിക്കരുത് എന്ന് പറയുകയുണ്ടായി. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഈ പരിഹാസം PV അൻവറിനെ പ്രകോപിപ്പിച്ചേക്കാം. PV അൻവറിൻ്റെ ഭാഗത്തു നിന്ന് അതുമായി ബന്ധപ്പെട്ട തുടർ വെളിപ്പെടുത്തലുകളോ മറ്റോ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണുകയും ചെയ്യാം. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടഞ്ഞ വിഗ്രഹമാണ് എന്നാണ് കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല പരിഹസിച്ചിരിക്കുന്നത്. ആ ഉടഞ്ഞ വിഗ്രഹത്തെ നന്നാക്കിയെടുക്കാൻ ഒരു PR ഏജൻസിയെ കൊണ്ടും കഴിയില്ല എന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരിക്കുന്നു. BJPക്ക് വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച PR ഏജൻസി തന്നെയാണ് മുഖ്യമന്ത്രിക്കായും പ്രവർത്തിക്കുന്നതെന്നും ചെന്നിത്തല കണ്ണൂരിൽ ആരോപിച്ചു. അദ്ദേഹത്തിന് അഭിമുഖങ്ങൾ കൊടുക്കണമെങ്കിൽ പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കെ ഒരു